ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഒരു വീഡിയോ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോ ശരിക്കും ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതം കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും. ഞാൻ അടിച്ചല്ല, അവൻ അന്ന് ഇന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവൻ എങ്ങനെയും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അത് എന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ, പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സുജിത് ഭക്തൻ നമ്മുടെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗറാണ്. ഇദ്ദേഹത്തിന് ഒരു സെക്കൻഡറി ചാനലുണ്ട്, സുജിത് ഭക്തൻ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഇദ്ദേഹം ഒരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോഡ്കാസ്റ്റിന്റെ അടിയിൽ വന്ന ഒരു പർട്ടിക്കുലർ കമന്റ്, ആ കമന്റ് അദ്ദേഹം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വളരെ വൃത്തികെട്ട രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കമന്റ് ആ നാറിയനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ആ കമന്റ് ആദ്യം ഒന്ന് കാണിക്കാം. പൊണ്ണത്തടിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അന്വേഷിക്കുന്നു. ചാടിയ കുംഭവയർ കാരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് IVF വഴി ഋഷിയെ ഉണ്ടാക്കി വീണ്ടും കഴപ്പുവാക്കി. കംപ്ലീറ്റ് വായിക്കാൻ എനിക്ക് വയ്യ, ഞാൻ നല്ല പച്ച തെറി വിളിച്ചു പോകും. ആ രീതിയിലാണ് ഈ നാറി ഈ കമന്റ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതിന്റെ അടിയിൽ സുജിത് ഭക്തൻ തന്നെ ഒരു കമന്റ് പുള്ളി ഇട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വരുന്നുണ്ട് നാളെ, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഈ ഒരു കമന്റിന് റിപ്ലൈ ആയിട്ട് പുള്ളിക്കാരൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴപ്പി ഭക്തൻ എന്നാണ് ഈ പർട്ടിക്കുലർ കമന്റ് ചെയ്തേക്കുന്ന അക്കൗണ്ടിന്റെ പേര്. അതുവരെ സൂപ്പർ ആണെന്ന് പറഞ്ഞ് എന്താണ്ട് ഇതുപോലുള്ള വേറൊരു നാറി വന്ന് അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം റീസെന്റ് ആയിട്ട് ഇട്ട ഒരു വീഡിയോക്കകത്ത് നിന്നാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായത്. ആ പിൻ ചെയ്ത് കമന്റ് ചെയ്തേക്കുന്ന വ്യക്തി ഇവരെ വർഷങ്ങളായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെറും കമന്റിലൂടെ മാത്രമല്ല ഉപദ്രവിക്കുന്നത്. ഈ വ്യക്തി കുറെ ഫേക്ക് മെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ ആകുമ്പോഴത്തേക്ക് പാരഗ്രാഫോളം ഇവരെ അബ്യൂസ് ചെയ്തുകൊണ്ട്, ആ ചേച്ചിയെ സൈബർ ബുള്ളി ചെയ്തുകൊണ്ട്, ബോഡി ഷെയിം ചെയ്തുകൊണ്ട് മെയിൽ വരികയാണ്. അത് മെയിൽ ഇവർക്ക് മാത്രമല്ല അയക്കുന്നത്, ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ടായിരിക്കും ഇവൻ ഈ മെയിൽ അയക്കുന്നത്. ആ വീഡിയോയിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും CC വെച്ചിട്ടാണ് ഇവൻ ഈ മെയിൽ അയക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ തെറി വിളിച്ചുകൊണ്ട് മാത്രം എനിക്കല്ല അയക്കുന്നത്, നിങ്ങളുടെ മെയിലൂടെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്കൂടെ വെച്ചിട്ടാണ് അവൻ മെയിൽ അയക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര എക്സ്ട്രീം ആയിട്ട് സൈക്കോതരമുള്ള ഒരുത്തനാണ് ഇവനെന്ന്. ഇത് ഇവനാണോ ഇവളാണോ ഒന്നും അറിയില്ല, ആരാണെന്നും ഒരു ഐഡിയ ഇല്ല. ഓരോ ദിവസവും ഇതുപോലെ മെയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഡിഫറെന്റ് മെയിൽസിനകത്ത്. പാരഗ്രാഫോളമാണ് ഓരോ മെയിലും. അന്നേരം നിങ്ങൾ ആലോചിക്കണം, എത്ര ടൈം എടുത്തിട്ടായിരിക്കും ഇവനിത് ടൈപ്പ് ചെയ്യുന്നത്. അത്രയും ഒരു ഗ്രഡ്ജ്, അത്രയും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഓരോ മെയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ സഹി കെട്ടിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എന്താണെങ്കിലും ഈ വന്ന ഒരു മെയില്, കുറെ മെയില് ഈ സുജിത് ഭക്തൻ ആ ഒരു ചാനലിനകത്തൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല. പുള്ളി ഒരു മെയില് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാനൊന്ന് വീഡിയോ വെക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം. അന്നേരം അത് എത്രമാത്രം നാറിത്തരമാണ് ഇവൻ ഈ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. എന്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലാണ് April 27 tamburanjomon@gmail.com. എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക. എന്നിട്ട് സഹീർ ഭായി, ഹാരിസ് സമീർ അലി, ബൈജു നായർ, പിന്നെ കോൺടാക്ട് ഓട്ടോ ബയോഗ്രഫി, പിന്നെ ഈബിൾ ജെറ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റിയൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട്. ബാക്കി ആൾക്കാരൊന്നും പറയാറൊന്നുമില്ല, കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവർ എഴുതിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു? ഈബിൾ ജെറ്റിനെ, അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം, ഈബിൾ ജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു, ഞാനോ ചെയ്തോ? അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബിളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പ്രദർശിനിയാണ് ഇവന്റെ മെയിൻ, വിശ്വാസവഞ്ചകൻ, അരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ, അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിക്കോ, എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി എഴുതരുത്, എന്നെ പറ്റി നീ എന്താണെന്ന് എഴുതിക്കും, നീ ആരോട് എന്തുവേണം ചെയ്തോ, പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന എനിക്ക് റൈറ്റ്സും ഇല്ല. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്. ഇതേ ഒരാളാണ് എന്റെ മോനെ വയറ്റി കിടന്നപ്പോ എന്റെ മോനെ കുറിച്ച് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇവന്റെ തടിച്ചു ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാറി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ചു കുള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ, തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് നീ കണ്ടല്ലേ എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളും
സംഭവങ്ങളാണ് ഇവൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. Yes. ഇത് അവന്റെ വായിക്കാൻ കുറെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറ്റൂല. വീഡിയോയിൽ മുൻപിലിരുന്ന് വായിക്കാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. INB ട്രിപ്പ് ഫുൾ മസാല ദോശയും വിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇതുപോലെ സംഭവം. ഇതിനിടയ്ക്ക് ഇവൻ ഈ പറഞ്ഞ പോലെ ഇത് വലിയ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവന് അരമുക്കാൽ മണിക്കൂർ വേണം. ഭക്തന് അടിപ്പോഫില ഉള്ളതുകൊണ്ട് ഋഷി പൊട്ടനുണ്ടായി. വലുതാവുമ്പോൾ പൊണ്ണത്തടിച്ചിയുടെ മോനെന്ന് നാട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാനുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വൃത്തിയായിട്ട് രീതിയിൽ. പിന്നെ നെക്സ്റ്റ് ഡേ അത് ഞാൻ റിപ്ലൈ ചെയ്തേ. കുറെ നാളായി ഞാൻ ഇമെയിൽ കാണുന്നു, കമന്റുകൾ കാണുന്നു. നിനക്ക് ഇതിൽ നിന്നും എന്ത് സുഖമാണോ ലഭിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായാലും നീ ഇത് സൂചിച്ചോ, എനിക്ക് എന്റെ കുടുംബത്തിന് ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ് റിപ്ലൈ കൊടുത്തു. നിനക്ക് ഒരു തന്തയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിരുന്ന ഡയലോഗ് അടിക്കാതെ എന്റെ അടുത്തേക്ക് നേരിട്ട് വാ. അതും പറ്റില്ലെങ്കിൽ നീ നിന്റെ സമയം കളഞ്ഞ് ഈ സുഖം നേടിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ മെയിൽ അയച്ചു. കാരണം നമ്മൾ ഇത്രയും നാൾ ഇതിങ്ങനെ വിട്ട് പോയി എത്ര ദിവസം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് അവൻ റിപ്ലൈ തന്നിട്ടില്ല എനിക്ക്. പക്ഷേ ഇടയ്ക്ക് 1-2 തവണ ഞാൻ ഇമെയിൽ ചെയ്യുമ്പോഴത്തേക്കും റിപ്ലൈ വരുന്നുണ്ട്. ഇവൻ ഓരോ പുതിയ ഇമെയിൽ ഐഡി ഉണ്ടാക്കും, എന്നിട്ട് അതേ ഇമെയിൽ ഐഡി വെച്ചിട്ട് യൂട്യൂബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് ഞങ്ങൾ ഇട്ട വീഡിയോയുടെ ഒക്കെ താഴെ കമന്റ് ചെയ്യും. അതാണ് ഇവന്റെ മെയിൻ പരിപാടി. കണ്ടില്ലേ, ആ കുഞ്ഞിനെ പോലും ആ കമന്റിൽ നിന്ന് നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അതിനെ വരെ വളരെ മോശമായിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. ഒരു മെയിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കമന്റ് വന്നതുകൊണ്ടോ അത് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു നഷ്ടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഒരു മനുഷ്യരാണ്, ഫീലിങ്സ് ഉണ്ട്. നമ്മളെ മെന്റലി അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും, ദേഷ്യം ഉണ്ടാക്കും, ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും, വലിച്ചു കീറാനുള്ള ഒരു ഇത് തോന്നും, 4 തെറി പറയാൻ തോന്നും. പക്ഷെ ഇവനൊന്നും തലയോ വാലോ ഊരോ ഒന്നുമില്ല, നമ്മളില്ല വായുവിൽ നോക്കി പറയേണ്ട പോലെ ആയിപ്പോ. അതാണ് ഏറ്റവും വലിയത്. അന്നേരം നമ്മളെ ആ ഒരു സ്റ്റേജിലോട്ട് തള്ളി വിടുക എന്നുള്ളതാണ് ഇങ്ങനെ വരുന്ന മെയിൽസിന്റെയും കമന്റ്സിന്റെയും ഒക്കെ ഉദ്ദേശം. നമ്മുടെ ഫീലിങ്സ് ഒന്നും ഇവന്മാർ കാണുന്നില്ല, പക്ഷെ ഇവന്മാര് ഇങ്ങനെ ഒരു സൈക്കോയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ എന്തും സഹിക്കും. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ കളിയാക്കിക്കോ, എന്നെ പുച്ഛിച്ചോ, ഒരു കുഴപ്പമില്ല, തെറി വിളിച്ചാൽ തിരിച്ചു വിളിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞാൽ നമുക്ക് ഇനി അന്തസ്സുള്ള ഒരു വ്യക്തിക്കും അത് കണ്ടു തരാൻ പറ്റത്തില്ല, നല്ലത് തിരിച്ചു പറയും. ഞാൻ പൊതുവെ അങ്ങനെ ആരുടെ തന്തയ്ക്ക് അങ്ങോട്ട് കയറി വിളിക്കാറില്ല. എന്റെ ഇങ്ങോട്ട് വിളിക്കുന്നവരെ മാത്രമേ ഞാനും തിരിച്ചു വിളിക്കാറുള്ളൂ. അതും എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ളവന്മാരെ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ ആ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു വാലും തലയും ഒന്നും ഇല്ലാതെ വരുന്ന ഈ അക്കൗണ്ട് ഇവന്മാരൊന്നും വിളിച്ചിട്ടും കാര്യമില്ല. കാര്യം ഇവനൊന്നും ഇവന്റെ വീട്ടിലിരിക്കുന്ന തന്തയുടെയോ തള്ളയുടെയോ ഒരാടെയും വില അറിയില്ല. അപ്പൊ പിന്നെ ഇവനെയൊക്കെ 4 പറഞ്ഞാലും ഇവനൊന്നും വലിയ കുഴപ്പമില്ല. നമുക്കുണ്ടാവുന്ന ആ ഒരു ഇതൊന്നും ഇവന്മാർക്ക് ഉണ്ടാവത്തില്ല. ഇവരുടെ കമന്റ് സെക്ഷനിൽ വന്ന ഒരു കമന്റ് സുജിത് ഭക്തൻ വായിക്കുന്നുണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം, അത് നിങ്ങളൊന്ന് കേൾക്കണം. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. തള്ളെ നിങ്ങൾ ബ്രാ ഇടൂലേ, ഒത്ത സൈസ് കിട്ടാത്തതിനാണോ, അതോ ആ വെകളി തെണ്ടി ഋഷി ചക്കന് ആ ബസൂക്കയിൽ നിന്ന് എനിക്ക് വിശക്കുന്ന എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാണോ? നല്ല വൃത്തികേടായിട്ടുണ്ട്, ഒരു ഷാൾ ഇട്ടാ വൃത്തികേട് മറച്ചൂടെ, കീലേരി അച്ചു. ഈ ഒരു കമന്റ് മതി അതിനെ കൂട്ടാൻ. ബോഡി ഷേമിംഗ് അല്ല, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അടിച്ചിട്ട് ഉടുമ്പ് ഭക്തൻ, ഫ്രോഡ് ഭക്തൻ, ഫാറ്റി പ്രാക്ക് വൈഫ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ബോഡി ഷേമിങ്ങും കഴിഞ്ഞ് ഇത് വേറൊരു തലത്തിലോട്ടാണ് പറയുന്നത്. നോക്ക്, പക്കാ സെക്ഷലി ഹരാസ് ചെയ്യുകയാണ്, കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ ലിറ്ററലി ഇവനെ പിടിച്ച് ഭിത്തിയിൽ വരയ്ക്കാൻ തോന്നിയിട്ടുണ്ട്. ഇവൻ ഏതോ സൈക്കോ ആണ്, ഇവൻ എന്തോ മാനസിക രോഗിയുള്ളവനാണ്. നമ്മുടെ മനസ്സമാധാനം കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് ആനന്ദം കണ്ടെത്തുന്ന ഇങ്ങനെയുള്ള കുറെ ആവുമാര് ഇതെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ സുജിത് ഭക്തന്റെ മാത്രമല്ല, സോഷ്യൽ മീഡിയസിൽ വീഡിയോസ് ഇടുന്ന ഒരുപ്പെട്ട എല്ലാവരുടെയും കമന്റ് സെക്ഷനിലുള്ള ഒരു കൂട്ടം ആളുകളിൽ ഒരുത്തം മാത്രമാണിത്. ഇടയ്ക്ക് ഹണി റോസിനെ ബോഡി ഷേമിംഗ് ചെയ്തെന്നും പറഞ്ഞ് കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെന്ന് വെച്ചാൽ അപ്പൊ കാര്യങ്ങൾ പെട്ടെന്ന് നീക്കുപോക്കാക്കി ആളുകളെ അറസ്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ഗവൺമെന്റിന് പറ്റുമെന്ന് തെളിയിച്ച ഒരു കേസായിരുന്നു അത്. കാരണം ഗവൺമെന്റ് ഹണി റോസിനോടൊപ്പമാണ്. ഒരു സ്ത്രീയെ സൈബർ ബുള്ളി ചെയ്താൽ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അവരോടൊപ്പം നിൽക്കുമെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അതൊരു മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കേസാണ്, ഒരുപാട് ആളുകളിലോട്ട് എത്തും. അപ്പൊ ഗവൺമെന്റിന് അതുവഴി ഒരു ബൂസ്റ്റും കിട്ടും. അതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ നാട് നന്നാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാഡ് കമന്റ് ഇടുന്നവരെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ അതിനു മുമ്പോ അതിന് ശേഷമോ, ഹണിറോസിന്റെ ഇഷ്യൂന് മുമ്പോ ഹണിറോസിന്റെ ഇഷ്യൂന് ശേഷമോ നിങ്ങൾ എത്ര ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ കേട്ടു? ഇങ്ങനെയുള്ള ബോഡി ഷേമിങ് അല്ലെങ്കിൽ സൈബർ ബുള്ളി ചെയ്യുന്ന, സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന എത്ര വാർത്ത നിങ്ങൾ കേട്ടു? അതോ അതിനുശേഷം ഈ ഹരാസ്മെന്റ് ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അതിനേക്കാളും 10 ഇരട്ടിയായിട്ട് ഇപ്പൊ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ സംഭവം അതാണ്, ഗവൺമെന്റിന് നേട്ടം ഉണ്ടാക്കുന്ന കേസുകളിൽ മാത്രം അവർ ഇടപെടും, അതിനൊരു തീർപ്പ് കൽപ്പിക്കും, കുറെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് മാറ്റും. ഇവന്മാരെയൊക്കെ വല്ലവരും ശിക്ഷിക്കുമല്ലോ ഒന്നും അറിയില്ല. അതിനെപ്പറ്റി ഒന്നും നമ്മൾ പിന്നെ ന്യൂസ് ഒന്നും കേട്ടില്ല. അന്ന് പിടിച്ചവന്മാരെയൊക്കെ എന്ത് ചെയ്യുന്നു, അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി പോയി കാണും. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, സെൻസേഷൻ ആയിട്ട് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എത്രയും പെട്ടെന്ന് തന്നെ നടപടി എടുക്കാൻ പറ്റും, അതിന്
കേപ്പബിൾ ആണ് നമ്മുടെ സൈബർ സെല്ലിൽ നിന്നൊക്കെ അന്ന് മനസ്സിലായി. ഇവിടെ ഈ സുജിത് ഭക്തന്റെ കേസ് വന്ന സമയത്ത് ഇത്രയും വൃത്തികെട്ട കമന്റ്സ് അല്ലെങ്കിൽ മെയിൽസ് അടക്കം വന്നിട്ട് അവനെ ട്രേസ് ചെയ്യാൻ അവൻ അല്ലെങ്കിൽ അവളെ നമ്മുടെ സിസ്റ്റത്തിന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാസ്ഥയാണോ അതോ കഴിവില്ലായ്മയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. കഴിവില്ലായ്മ ആയിരിക്കത്തില്ല, ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ഇവർ കൊടുക്കുന്നുണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവനെ നിയമത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സുജിത് ഭക്തനും അറിയാം. അതുകൊണ്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇവനെ കൈ കിട്ടിയാൽ ഞാൻ അടിക്കും. അതുകൂടെ നിങ്ങളൊന്ന് കേക്ക്. ഇതെന്തോ വ്യക്തിപര്യാഗമുള്ള പോലെ എനിക്കറിയണം അയാൾക്ക് എന്താ എന്നോട് ഇത്രയും ഇതെന്ന്. അയാളുടെ ഔദാര്യത്തിന് കൈ കിട്ടിയാൽ അത് എവിടെയാണെങ്കിലും ഞാൻ നിനക്ക് വന്ന് നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും നിന്നെ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പമില്ല ഞാൻ പറയാം. അത് ഉറപ്പായിട്ട് ഞാൻ തല്ലിയിരിക്കും. നിന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് നീ നോക്കി വെച്ചു ഊന്നി വെച്ചോ നീ അത്. അത്രയ്ക്ക് എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ തല്ലിയില്ല, ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. നിന്നെ ഞാൻ പിടിച്ചോട്ട് ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. ഞങ്ങൾ രണ്ടുപേരും നിന്നെ തല്ലിയിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് നിനക്ക് എന്തെങ്കിലും നിന്റെ ഉപദ്രവം ഹാം ചെയ്ത് ഫിസിക്കൽ ഹാം ചെയ്തിരിക്കും. അത് 100% ഉറപ്പാണ്. ഈ വീഡിയോയുടെ പേരിൽ എനിക്ക് കേസ് വന്നാലും എനിക്കൊരു കോപ്പില്ല. ഇനി നീ നിന്നെ തല്ലി എന്ന് പറഞ്ഞ് നീ കേസ് കൊടുത്താൽ എനിക്കൊരു കോപ്പില്ല. ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ ഹാപ്പിയാണ്. എന്റെ പോലെ ഇപ്പൊ അമ്മ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ശ്വേത അമ്മ അച്ഛനുണ്ട്, അവർ നോക്കിക്കോളും. അതിന്റെ പേര് ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ കുറെ ഭരണകൂടം ഉണ്ടല്ലോ, ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അവർ സഹായിക്കണം ഞങ്ങളെപ്പോൾ ആൾക്കാരെ സഹായിക്കുക. പറഞ്ഞു നിന്നെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നീ കേരളത്തിലല്ല, ഇന്ത്യയിലില്ല, നീ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ കാലൊത്തുന്ന ആ ദിവസം നിന്റെ പൊക്കിയിരിക്കും, പൂട്ടിയിരിക്കും. നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയോ നിനക്ക്? അറിയോ? നിനക്ക് വേണ്ടി മാത്രം അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നീ ഇത് കണ്ടിട്ട് നീ മെയിൽ അയക്കും. നീ പുതിയ മെയിൽ വേണോ? ഞാൻ തരാം. പുതിയ ആൾക്കാർ, പുതിയ ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പുതിയ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നീ എല്ലാവർക്കും മെയിൽ അയക്കും. പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പലതും. നീ മെയിൽ അയക്കും. മെയിൽ അയപ്പാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇപ്പം ഏതെങ്കിലും ടേസ്റ്റി നിപ്പിൾസിന്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യുവാണെങ്കിൽ ടേസ്റ്റി നിപ്പിൾസിന്റെ മെയിൽ CC വെച്ചിട്ടായിരിക്കും അവർക്കൂടെ ചേർത്തായിരിക്കും അയക്കുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നിതിൻ ഗഡ്കരിക്ക് വരെ ഇവൻ മെയിൽ അയച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തുമാതിരി സൈക്കോ ആണ് ഇവനെന്ന്. ഇവനെ കൈ കിട്ടിയ പൊട്ടിക്കണം. അതിനെ ഒരു അപ്പീലും ഇല്ല. നീ എന്ത് കേസ് വന്നാലും അടിച്ച് പൊട്ടിച്ചേക്കണം, ഒരടിയെങ്കിലും കൊടുക്കണം. അതിനേക്കാൾ ഉപരി ഇവനെ നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യണം. ഇവന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആരാണ് ഇവനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യണം. അത് ഇവർ പറയുന്നുണ്ട്, ഇവനെ എക്സ്പോസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവന്മാര് ഇത്രയും ചീപ്പായിട്ട് സ്വന്തം ഭാര്യയും സ്വന്തം കുഞ്ഞിനെയൊക്കെ പറയുമ്പോൾ ആർക്കും കേട്ടിരിക്കാൻ പറ്റും. ഇവനും കാണുമല്ലോ, ഫാമിലിയും ഒക്കെ ഇവനെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ. ഇവനെ എക്സ്പോസ് ചെയ്യുന്ന വഴി ഇവന്റെ തനിക്കൊണം ഇവന്റെ കുടുംബത്തിലുള്ളവരും ഇവന്റെ നാട്ടുകാരും അറിയണം. എന്താണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ വളരെ നന്നായി അറിയാവുന്ന ഏതോ ഒരു വ്യക്തിയാണ്. ഒന്നെങ്കിൽ ഇവൻ ഈ മെയിൽ അയക്കുന്ന അല്ലെങ്കിൽ ഈ കമന്റ്സ് ഇടുന്നത് ഇന്ത്യയിൽ ഇരുന്ന് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇവന് വ്യക്തമായ ബോധ്യമുണ്ട് നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ നിയമത്തെ ഇവന് പേടിയില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മെയിൽസും കമന്റ്സും ഒക്കെ ഇവൻ തുടർച്ചയായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരെയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നു നമുക്ക് അറിയുന്നില്ല. BNS സെക്ഷൻ 75ഉം 79ഉം ഒക്കെ ഉണ്ട്. 3 കൊല്ലം വരെ ജയിലിൽ കിടക്കാം, ഫൈൻ അടക്കാം. പക്ഷെ എത്ര പേരെ ശിക്ഷിക്കുന്നു? ആരെയും ശിക്ഷിക്കുന്നില്ല. ബെയിൽ എടുത്ത് എല്ലാം അവർ സിമ്പിൾ ആയിട്ട് പുറത്തു വരും. അതാണ് ഇവന്മാരുടെ ബലവും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു ഫോട്ടോ എങ്കിലും അപ്ലോഡ് ചെയ്യാത്ത ആൾക്കാർ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ മെയിനായിട്ട് ചിലപ്പോൾ ഉപകാരം നിങ്ങൾക്ക് കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ആ കമന്റ്സിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിന്റെ അതിന്റെ URL കാണും, ആ ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചേക്കുക. എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. നമ്മുടെ രാജ്യവും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു പ്രശ്നം നടന്ന സമയത്ത് കുറെ ആളുകൾ ഈ രാജ്യവിരുദ്ധ കമന്റ് ഇട്ട കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമന്റ്സ് കാണുവാണെങ്കിൽ ആദ്യം കമന്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അവരുടെ പ്രൊഫൈലിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലോ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ URL കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവന്മാർക്കെതിരെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യാം. പിന്നെ ഓൺലൈനായിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള പോർട്ടലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്രമാത്രം എഫിഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഇവന്മാർ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കരുത്. ലോട്ടറി പോലെ. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അനുഭവം? നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ബൈ.